ഭാര്യ, കുടുംബങ്ങൾ തുടങ്ങിയവരോടൊക്കെ വളരെ സ്നേഹത്തിൽ പെരുമാറണം. പക്ഷെ അവിടെയും നിഷേധിക്കുന്നത് എന്താണ്? ആസക്തി, സംഘം കൂടുതലുണ്ടാവരുത്. എല്ലാവരെയും നല്ല വാക്ക് പറഞ്ഞ് സ്നേഹിച്ചും അനുമോദിക്കണം. പക്ഷെ ആ അനുമോദത്തിൽ ഒതുക്കിക്കൊണ്ട് ഇവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സംഘം ഉണ്ടാകരുത്. ഏറ്റവും പ്രധാനമായിട്ട് അതാണ് പറയുന്നത്. മാത്രമല്ല, ഗൃഹസ്ഥൻ തനിക്ക് ധനം വേണം എന്ന് ആഗ്രഹിക്കരുത്. കിട്ടുന്ന ധനം ഉപയോഗിക്കാം. അവനവന്റെ പ്രാരബ്ധ കർമ്മം കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിലെ കർമ്മബന്ധം കൊണ്ട് നമുക്ക് കിട്ടാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമുക്കൊക്കെ കിട്ടുന്ന ധനം നമ്മൾ വിചാരിക്കും നമ്മൾ പണിയെടുത്തിട്ടാണെന്ന്. നമ്മൾ പണിയെടുത്തോ, അധ്വാനിച്ചോ, വീണ് കിട്ടിയതോ, ലോട്ടറി കിട്ടിയതോ ഒക്കെ ആയിരിക്കാം. പക്ഷെ എങ്ങനെ കിട്ടി? അതിന്റെ സാഹചര്യം എങ്ങനെ ഉണ്ടായി? മുകളിൽ ഒരു റിമോട്ട് കൺട്രോൾ ആയിട്ട് ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായത് കൊണ്ടാണ്. അല്ലാണ്ട് നമ്മൾ പണിയെടുക്കാൻ വിചാരിച്ചു പണിയെടുക്കേണ്ട നേരത്തെ തല കറങ്ങി വീണ് അന്ന് പണിയെടുക്കാൻ പറ്റുമോ? പക്ഷെ അപ്പൊ എന്തുകൊണ്ട് പണിയെടുക്കാനും ധനം ഉണ്ടാക്കാനും സാധിക്കണം? അതിന് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു നിയന്ത്രണമുണ്ട്, ഒരു നിയാമക ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ധനത്തിനോട് ആർത്തി ഉണ്ടാകരുത്, അതാണ് ഭോഗ ആസക്തി ഉണ്ടാകരുത്, ത്യാഗാസക്തിയാണ് ഉണ്ടാകുന്നത്. ഭിക്ഷ നേരത്തെ പറഞ്ഞു, ഗോവ് സമം ധർമ്മം. ഒരു ഗൃഹസ്ഥൻ സാധാരണ വീട്ടില് ധർമ്മത്തിന് വരുന്ന ആൾക്കാരുണ്ട്, ഭിക്ഷക്കാര്. ഈ ഭിക്ഷക്കാര് എന്താ പറയാ, നമ്മള് ധർമ്മക്കാരൻ എന്ന് പറയും. കാരണം എന്താ? ഇല്ലാത്തവൻ ഉള്ളവനോട് ചോദിക്കുന്നത് ധർമ്മമാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നതോ, വീട്ടുടമസ്ഥൻ കൊടുക്കുന്നതോ ധർമ്മക്കാരന് ധർമ്മം കൊടുക്കുകയാണ്. അപ്പൊ ആ ധർമ്മം കൊടുക്കണമെങ്കിൽ ആവശ്യമായ ധനം വേണം, അത്രേ വേണ്ടൂ. അവനവന് ഉള്ളതിൽ കൂടുതൽ ഉണ്ടാക്കുകയും അധികമായി ധനം സമാഹരിക്കുകയും ചെയ്യുന്നവനെ കള്ളനാണ്, അവനെ ശിക്ഷിക്കണം എന്നാണ് കാറൽ മാർക്സ് പറയുന്നതിനും എത്രയോ 1000 വർഷങ്ങൾക്ക് മുൻപ് ഭാഗവതവും പുരാണത്തിലെ ഋഷിമാരും നമ്മളോട് പറഞ്ഞത്. യാവൽ പ്രിയേത ജഠരം താവൽ സ്വത്വം ഹിതേഹിനാം അധികം യോഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി. ആവശ്യത്തിൽ കൂടുതൽ സ്വത്ത് ഉണ്ടാക്കിയിട്ട് ഇത് എന്റെ എന്റെ എന്ന് അഭിമാനിക്കുന്നവനെ ശിക്ഷിക്കണം എന്നാണ്. അവൻ കള്ളനാണ്, അവനെ ശിക്ഷിക്കണം എന്നാണ് പഴയ മഹർഷിമാര്, വ്യാസ മഹർഷി എങ്കിലും നമ്മളോട് പറഞ്ഞത്. നമുക്ക് കിട്ടിയതിനെ കൊടുക്കുക. ഗൃഹസ്ഥന് പറഞ്ഞത് പഞ്ചമഹായജ്ഞങ്ങളാണ്. യജ്ഞം ദേവന്മാർക്ക്, മനുഷ്യർക്ക്, പിതൃക്കൾക്ക്, തിര്യക്കുകൾക്ക് ഒക്കെ യജ്ഞത്തിലൂടെ എല്ലാവർക്കും കൊടുക്കുക, ദാനം ചെയ്യുക. തെക്തേനവും ചെയ്ത ആ യജ്ഞമാണ് നമ്മളുടെ അടിസ്ഥാനം. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം ഏഷവോസ്തുഷ്ട കാമധുക്. കാമധേനുവായിട്ട് ഇഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ യജ്ഞത്തിലൂടെ നമ്മളുടെ നൈരന്തര്യം ഉണ്ടാക്കണം. യജ്ഞം യാഗത്യജനമാണ്, ത്യാഗമാണ്, ത്യജിക്കലാണ്. അവ ഗൃഹസ്ഥന് ഏറ്റവും വലിയ ധർമ്മം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. കൊടുക്കാൻ വേണ്ടതുണ്ട്. ധനം പലതരത്തിലുണ്ട്. ഭഗവതൻ തന്നെ പറയണു, ഈശ്വരൻ തരുന്ന ധനം, മഴയായും കൃഷിയായും ഒക്കെ നമുക്ക് കിട്ടുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ധനം, ദിവ്യമായ ധനം. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സ്വർണം, വെള്ളി തുടങ്ങിയ ധനം, ഭൗമമായ ധനം. ആകസ്മികമായി കിട്ടുന്ന നിധി പോലെയോ ലോട്ടറി പോലെയോ ഒക്കെ കിട്ടുന്നതാണ് അന്തരീക്ഷം എന്ന് പറയുന്ന ധനം. ഈ ധനമൊക്കെ ഏതെങ്കിലും വഴിക്ക് നമുക്ക് വന്നേക്കാം, വരാതെയും ഇരിക്കാം. പക്ഷെ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുകയും ഉള്ളതിൽ നിന്ന് കൊടുക്കുകയും ചെയ്യുക. അതാണ് നമ്മളൊക്കെ പണ്ട് അമ്പലത്തിലൊക്കെ പോയ വഴിപാട് ചെയ്യുന്നത്. ഈശ്വരൻ നമുക്ക് തന്നതിൽ നിന്ന് കുറച്ചെടുത്ത് ഈശ്വരന് തന്നെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈശ്വരൻ വസിക്കുന്ന പ്രകൃതിക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട് തിരിച്ചു കൊടുക്കും. ആ യജ്ഞം, ആ ത്യാഗമായിരിക്കണം ഗൃഹസ്ഥന്റെ മുഖമുദ്ര. അവര് ഭാര്യയോട് പോലും പ്രത്യേക മമത പാടില്ല എന്നാണ്. ഭാര്യ വേണം, പക്ഷേ നമ്മുടെ ചാരമായോ പുഴുവായോ കൃമിയായോ ഒക്കെ മാറുന്ന നമ്മുടെ ഈ ശരീരത്തിനെ കേവലം ക്ഷണികമായി സുഖിപ്പിക്കുന്ന ഭാര്യ എന്ന പദത്തിനോട് അമിതമായ ആസക്തി പാടില്ല. എന്റെ ഭാര്യ, അങ്ങനത്തെ ഒരു ചിന്തയെ പാടില്ല എന്നാണ് പറയണത്. അവിടെ ഭാര്യ അല്ലെങ്കിൽ സ്വന്തം മക്കളെ എന്ന് പറയുന്ന സ്വന്തം എന്ന ഭാവം ഇല്ലാണ്ടിരിക്കണം. ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണം. ഇനി തോന്നുന്നതാകിൽ അഖിലം ഞാൻ എന്ന് തോന്നണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഗൃഹസ്ഥന് ഇരിക്കേണ്ടത്. അപ്പോ ജീവിതത്തില് സത്സംഗം ഉണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ഗൃഹസ്ഥന് വേണ്ടതാണ്. ഇപ്പൊ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്, സത്സംഗം. ഭക്തന്മാര്, മഹർഷിമാര്, വിദ്വാൻമാരായിട്ടുള്ളവരുടെ കൂടെ ചെന്നിരിക്കുകയും അവർ പകർന്നു തരുന്ന അറിവുകളെ സ്വായത്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതാണ് സത്സംഗം. സത്സംഗം എന്തിനാണ്? ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന അദ്വൈതത്തിലെത്താൻ. ഒരുപാട് അനുഭവങ്ങള്, ഒരുപാട് സന്തോഷങ്ങള്, ഒരുപാട് ദുഃഖങ്ങള് നമുക്കുണ്ട്. പക്ഷെ ഈ
ദ്വൈതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വൈവിധ്യത്തിൽ നിന്ന്, ഈ നാനാത്വത്തിൽ നിന്ന് ഏകമായ ഈശ്വരനിലേക്ക് എത്തണമെങ്കിൽ ഏത് വഴിയാണോ ഉള്ളത് അത് തുറക്കുന്ന സത്സംഗം. അപ്പോഴാണ് നമ്മളുടെ ഈ അനുഭവങ്ങളൊക്കെ നിസ്സാരമാണ് എന്ന് തോന്നലുണ്ടാക്കുക. ഉറക്കത്തിലുണ്ടായ ഒരു സ്വപ്നം അതുപോലെ ജീവിതത്തിലെ അനുഭവങ്ങളെ കാണാൻ സാധിക്കുക. ഈശ്വരൻ എന്ന ഉണർവിലേക്ക് മാറാൻ സാധിക്കണം. ഈശ്വരനിലേക്ക് ഉണരുകയും ഭൗതിക ജീവിതാനുഭവങ്ങളെ കേവല സ്വപ്നങ്ങളായി നിരാകരിക്കുകയും ചെയ്യാൻ സത്സംഗം സഹായിക്കുന്നു എന്നാണ് വ്യാസമഹർഷി അല്ലെങ്കിൽ നാരദ മഹർഷി പറയണത്. അവിടെയാണ് സത്സംഗത്തിന്റെ പ്രത്യേകത. നല്ലവരുമായിട്ടുള്ള ചർച്ച. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം എന്നൊക്കെ പറയുന്ന പഴയ പദ്യം ഓർമ്മയില്ലേ? നല്ല വാക്കോതുവല ദുഷ്ടസംസർഗം വരാതെയായി ഇടണം, ശിഷ്ടരായുള്ളവർ തോഴരായി ഇടണം എന്നാണ്. നല്ല ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ അനുഭവങ്ങള് ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? കുറച്ച് കഴിഞ്ഞാല് ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നം കണ്ടു എന്നുള്ളത് ഒരു അനുഭവമാണ്. പക്ഷെ ഏതോ അകലങ്ങളിൽ എവിടെയോ എപ്പോഴോ അനുഭവിച്ച ഒരു നിസ്സാര കാര്യമായിട്ട് അതിനെ തോന്നാൻ സാധിക്കണം. അപ്പൊ അനുഭവങ്ങൾ സ്വപ്നതുല്യമായി മാറ്റണമെങ്കിൽ ഈശ്വരൻ എന്ന സ്വപ്നമല്ലാത്ത ജാഗ്രതത്തിന്റെ തിരിച്ചറിവിലേക്ക് ഉണരാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഗൃഹസ്ഥന് സത്സംഗം അല്ലെങ്കിൽ മഹർഷിമാരുമായിട്ടുള്ള ബന്ധം വേണം എന്നൊക്കെ പറയണം. മാത്രവുമല്ല, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും മക്കളെ പോലെ കാണാൻ സാധിക്കണം. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു തത്വം. ആത്മന പുത്രവത് പശ്യേൽ തൈരേഷാമന്തരം കീൽ. എല്ലാ ജീവജാലങ്ങളെയും മൃഗോഷ്ടകര വർക്കാക്ക എന്ന് തുടങ്ങി ആടുകോഴി കുതിര തുടങ്ങിയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്വന്തം മക്കളെ പോലെ കാണാൻ സാധിക്കണം. ഈശ്വരൻ എന്താണ്? പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളിലും നിറയുന്ന ഒരു ചൈതന്യം. ആ ചൈതന്യം തന്നെയാണ് നമ്മളുടെ ഉള്ളിലുള്ളത്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം എവിടെയൊക്കെ കുടികൊള്ളുന്നു അതിനെയൊക്കെയാണ് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് കാണേണ്ടത്. പ്രകൃതിയിലെ എല്ലാം നമുക്ക് സ്വന്തം. അപ്പൊ മക്കളും ബാക്കിയുള്ളവരും ഒക്കെ ഒരുപോലെ മക്കളെ പോലെ കാണണം. അതാണ് അങ്ങനെ കാണുമ്പോഴാണ് വ്യാസമഹർഷി മകനെ വിളിച്ച കഥ ഓർമ്മയുണ്ടല്ലോ. എം പ്രവ്രചന്ദ മനുവേദം അവേദപുത്രം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാതരോഭിനേതുസ്തം സർവഭൂത ഹൃദയം മുനിമാനദോസ്മി. വ്യാസമഹർഷി തന്നെ വിട്ടുപോകുന്ന ശുഗമഹർഷിനെ വിളിക്കുകയാണ് മകനേന്ന്, പുത്ര എന്ന് വിളിക്കുമ്പോ ആ ഭാഗത്തുള്ള മരങ്ങളൊക്കെ പുത്ര പുത്ര എന്ന് മാറ്റൊലിക്കൊള്ളുന്ന തരത്തില് മകനെ വിളിക്കുകയാണ്. എന്താ കാരണം? എല്ലാ സർവഭൂത ഹൃദയമായ ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളിലും ഈ മുനി ഈശ്വര സാക്ഷാത്കാരം കിട്ടിയത് കൊണ്ട് എല്ലാ ജീവജാലങ്ങളോട് ഇടപഴകിക്കൊണ്ട് അവരുടെയൊക്കെ മകനായി മാറുന്ന ഒരവസ്ഥ. അതുപോലെ എല്ലാ ജീവജാലങ്ങളെയും സ്വന്തം മക്കളായി കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരവസ്ഥയിലേക്ക് ഗൃഹസ്ഥൻ കടന്നിരിക്കണം. അതിനാണ് ബ്രഹ്മചര്യത്തിന്റെ ഭാഷ്യം അവനെ പര്യാപ്തനാക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ പ്രകൃതിയിലെ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുത പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത എന്ന് പഠിക്കുന്നത്. ദേവന്മാരെ പോലെ പ്രകൃതിയെയും മറ്റുള്ളവയെയും നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, അവരെ വർദ്ധിപ്പിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതേ പ്രകൃതിയിലെ എല്ലാം നമ്മളോട് തിരിച്ചിങ്ങോട്ടും അതുപോലെ പെരുമാറും എന്നുള്ള ആ ഒരു ജ്യാമിതീയമായിട്ടുള്ള ഒരു ഇക്വേഷൻ, ആ സമവാക്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം.